dear children, welcome to Kids Area Online. Class 5 English exam കഴിഞ്ഞു അല്ലേ? എക്സാം ഈസി ആയിരുന്നോ? കുറച്ചൊക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഇന്ന് നടന്ന ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഫസ്റ്റ് റീഡിംഗ് കോംപ്രിഹെൻഷൻ തന്നെയാണുള്ളത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, റീഡ് ദ പോയം ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ട്വിങ്കിൾ ഡ്രീംസ് ആണ് ഇവിടെ പോയം ആയിട്ടുള്ളത്. When I gaze at the stars so bright, they sparkle softly through the night. Some shine like lamps angels hold. Some glow like coins of shining gold. I wish I could fly so high and touch a star up in the sky. Till that dreams can come to me, I will watch them twinkle bright. ഇതൊരു ചെറിയൊരു കവിതയാണ് അല്ലേ? അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട 5 ചോദ്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യം, ദിസ് പോയം ഈസ് അബൌട്ട്. ഈ പോയം എന്തിനെ കുറിച്ചുള്ളതാണ്? ഈ പോയം എന്തിനെ കുറിച്ചുള്ളതാണ് നമുക്കറിയാലോ. നൈറ്റ് ആണോ, സ്റ്റാർസ് ആണോ, ഏഞ്ചൽ ആണോ, ഗോൾഡ് ആണോ? ഏതാണ് ശരി ഉത്തരം? ഈ പോയം സ്റ്റാർസിനെ കുറിച്ചുള്ളതാണ് കേട്ടോ. ഈ പോയം എന്തിനെ കുറിച്ചുള്ളതായിരുന്നു? സ്റ്റാർസ് ആണ് ആൻസർ സ്റ്റാർസിനെ കുറിച്ചുള്ളതാണ് ഈ പോയം. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഡസ് ദ ചൈൽഡ് ഡ്രീം ഫോർ? ഈ കുട്ടിയുടെ സ്വപ്നം എന്താണ് സ്വപ്നം? കളക്ടിങ് ദ സ്റ്റാർസ് ഇൻ എ ജാർ? നോ. സ്ലീപ്പിംഗ് എമംഗ് ദ ക്ലൗഡ്സ്? നോ. ഫ്ലൈയിങ് ഹൈ ആൻഡ് ടച്ചിങ് സ്റ്റാർ? യെസ്. അപ്പോൾ ആൻസർ flying high and touching a star. മൂന്നാമത്തെ ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യം, the word twinkle means. twinkle എന്നതിന്റെ അർത്ഥം എന്താണ്? To make a sound, to move fast, to shine softly, to fall down. ശരിയായ ഉത്തരം എന്തായിരുന്നു? To shine softly. വളരെ ഈസി ആയിരുന്നു കേട്ടോ. നാലാമത്തെ ചോദ്യം, വിച്ച് ഈസ് നോട്ട് എ റൈമിംഗ് പെയർ? റൈമിംഗ് പെയർ അല്ലാതെ ഒരേ ശബ്ദത്തിൽ അവസാനിക്കുന്നതാണ് റൈമിംഗ്. ബ്രൈറ്റ് നൈറ്റ് ഒരുപോലെ അവസാനിക്കുന്നു. സ്റ്റാർസ് ട്വിങ്കിൾ ഒരുപോലെ അല്ല. ഹോൾഡ് ഗോൾഡ് ഒരുപോലെ അവസാനിച്ചു. ഹൈ സ്കൈ ഐ എന്ന് അവസാനിച്ചു. അപ്പോൾ ഇതിൽ ശരി ഉത്തരം, ഇത് റൈമിംഗ് വേർഡ് അല്ലാത്തത് ഏതാണ്? സ്റ്റാർസ് ട്വിങ്കിൾ. ഓക്കെ. ഇതിൽ അഞ്ചാമത്തെ ചോദ്യം, ഹൗ ഡസ് ദ പോയറ്റ് ഡിസ്ക്രൈബ് ദ സ്റ്റാർസ് ഇൻ ദ പോയം? ഈ പോയത്തിൽ സ്റ്റാർസിനെ പോയിട്ട് എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? അത് വിവരിച്ചെഴുതുക. അങ്ങനെ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ. ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. രണ്ടാമത്തെ ചോദ്യം, ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. Rebecca and the people of the Maasai village worked hard to protect nature. റെബേക്കയും മാസായിലെ ആൾക്കാർ എന്ത് ചെയ്തു? ഈ പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, ആ നേച്ചർ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വർക്ക് ഹാർഡ്, ഒത്തിരി കഠിനാധ്വാനം ചെയ്തു. ദ പ്ലാന്റഡ് മെനി ട്രീസ്, അവർ ഒത്തിരി മരങ്ങൾ നട്ടു. ത്രൂ ഹാർഡ് വർക്ക്, അവരുടെ കഠിനാധ്വാനത്തിലൂടെ. ദ ടേൺ ദെയർ ലാൻഡ് ഗ്രീൻ അഗൈൻ, അവരുടെ ഭൂമിയെ വീണ്ടും എന്ത് ചെയ്തു? പച്ചപ്പാക്കി മാറ്റി. The president of Kenya heard about this. He decided to visit the village to appreciate their efforts. അപ്പോൾ കെനിയയിലെ പ്രസിഡന്റ് ഇതിനെ കുറിച്ച് കേട്ട് അവരുടെ ശ്രമങ്ങളെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഗ്രാമം സന്ദർശിക്കാൻ വേണ്ടി തീരുമാനിച്ചു. Prepare a newspaper report on the president's visit to the village. പ്രസിഡന്റിന്റെ ഗ്രാമ സന്ദർശനത്തിനെ കുറിച്ച് ഒരു പത്രവാർത്ത തയ്യാറാക്കുക എന്നതാണ് 2A. അല്ലെങ്കിൽ 2B എഴുതിയാലും മതി. 2B വരുന്നത് അതും പത്ര റിപ്പോർട്ട് തന്നെയാണ് കേട്ടോ. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് പത്രവാർത്ത തന്നെയാണ്. Some children visited Chola beach with their teacher. കുറച്ച് കുട്ടികൾ അവരുടെ ടീച്ചറിനോടൊപ്പം ചോള ബീച്ചിൽ പോയി. The beach was in a bad condition. ആ ബീച്ച് വളരെ വൃത്തിഹീനമായിരുന്നു. There was a lot of plastic and food waste everywhere. അവിടെ എല്ലായിടത്തും പ്ലാസ്റ്റിക് വേസ്റ്റും ആഹാരത്തിന്റെ വേസ്റ്റും ഒക്കെ നിറഞ്ഞിരുന്നു. The teacher and the students cleaned the beach and made it beautiful again. ടീച്ചറും കുട്ടികളും കൂടി ആ ബീച്ച് ക്ലീൻ ചെയ്ത് അവിടെ വീണ്ടും മനോഹരമാക്കി. ഈ ഒരു സന്ദർഭം നടന്നല്ലോ. ഈ പരിപാടിയെ കുറിച്ചിട്ട് പ്രിപ്പയർ എ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഓൺ ദിസ് ഈവന്റ്.
ഇത് കുട്ടികൾ ടീച്ചറും കൂടെ ചേർന്ന് ചെയ്ത ഈ ഒരു പ്രവർത്തനത്തെ പത്ര റിപ്പോർട്ടാക്കി തയ്യാറാക്കി എഴുതുക. അപ്പോൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് രണ്ടാമത്തെ ചോദ്യം. എഴുതിയല്ലോ? എഴുതി. മൂന്നാമത് കോൺവെർസേഷൻ ആണ്. അതിനും 3A 3B ഉണ്ട്. കോൺവെർസേഷനിൽ ആര്യ became a fighter pilot. യുദ്ധവിമാനത്തിന്റെ പൈലറ്റായി ആര്യ. She was invited to a TV channel. ആര്യയെ TV ചാനലിൽ ഇൻവൈറ്റ് ചെയ്തു. The reporter wants to know about her journey from her childhood dreams to success. അവളുടെ ആ ഒരു കുട്ടിക്കാലത്തിൽ നിന്നും ആ ഒരു സക്സസ് വരെയുള്ള അവളുടെ ജേർണിയെ കുറിച്ച് അറിയാൻ വേണ്ടി ആ റിപ്പോർട്ടർ ആഗ്രഹിച്ചു. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ആര്യ ആൻഡ് ദ റിപ്പോർട്ടർ. ആര്യയും റിപ്പോർട്ടറും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. റിപ്പോർട്ട് ചോദിക്കുകയാണ്, ഗുഡ് മോർണിംഗ് ക്യാപ്റ്റൻ ആര്യ, ഹൗ ഡു യു ഫീൽ നൗ? അപ്പൊ എന്താണ് ആര്യ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഇപ്പൊ എന്ത് തോന്നുന്നു ചോദിക്കുകയാണ്. അപ്പൊ ആര്യ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ഗുഡ് മോർണിംഗ് പറഞ്ഞ്, ആദ്യം ഗുഡ് മോർണിംഗ് ആയതുകൊണ്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് പറയുമല്ലേ ആൻസർ. എന്റെ സ്വപ്നം യാഥാർത്ഥ്യമായി എന്ന് പറയും അല്ലെ. ആ ഒരു ഫീല് ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. റിപ്പോർട്ട് വീണ്ടും ചോദിക്കുന്നുണ്ട്, വാട്ട് വാസ് യുവർ ചൈൽഡ്ഹുഡ് ഡ്രീം? എന്തായിരുന്നു ചൈൽഡ്ഹുഡ്, ബാല്യകാല സ്വപ്നം എന്തായിരുന്നു എന്ന് ചോദിക്കുകയാണ്. എന്താണ് ബാല്യകാല സ്വപ്നം? Ever since I was a little girl, my dream was to fly. എന്താണ്, പറക്കാനായിരുന്നു അല്ലെ, ഉയരത്തിൽ പറക്കാനായിരുന്നു നമ്മുടെ ആര്യയുടെ ആഗ്രഹം. അപ്പൊ നിങ്ങൾ അത് നിങ്ങളുടെ സെൻസിൽ എഴുതിയിട്ടുണ്ടാവും. റിപ്പോർട്ട് വീണ്ടും ചോദിക്കുന്നുണ്ട്, ഹു ഹെൽപ്ഡ് യു ടു ബിക്കം സക്സസ്ഫുൾ? ഇങ്ങനെ സക്സസ്ഫുൾ ആകാൻ, ഈ വിജയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിച്ചത് ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ആര്യന് മറുപടി പറയുന്നു. റിപ്പോർട്ടർ വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്താണ് കുട്ടികളോട് പറയാനുള്ളത്, എന്താണ് അവർക്ക് കൊടുക്കാനുള്ള സന്ദേശം എന്ന് ചോദിക്കുകയാണ്. My advice to children is to dream big and work hard. Then we can achieve. എന്ത് ഞാൻ പറഞ്ഞു കുട്ടികളോട്? എന്റെ ഉപദേശം എന്ന് പറയുന്നത് വലിയ സ്വപ്നങ്ങൾ കാണുക, കഠിനാധ്വാനം ചെയ്യുക, അപ്പോൾ നമുക്ക് നേടാൻ കഴിയും എന്നാണ്. അച്ചീവ് എനിത്തിങ്, എന്ത് നേടാൻ കഴിയും എന്നാണ് ആര്യ പറഞ്ഞത്. അപ്പൊ ഈ ഒരു കോൺവെർസേഷൻ ആണ് 3-ലുണ്ടായിരുന്നത്. 3B കോൺവെർസേഷൻ തന്നെയാണ്. അവിടെ വന്നത്, Michael lost the basketball match. He was worried. He didn't eat his dinner. Mama noticed it and felt sad. ഇവിടെ എന്താണ്? മൈക്കൽ ബാസ്കറ്റ്ബോൾ മത്സരം തോറ്റു, അവന് വിഷമമായി, അവൻ അന്ന് ഡിന്നർ കഴിച്ചില്ല, ആഹാരം കഴിച്ചില്ല. അപ്പൊ അമ്മ അത് ശ്രദ്ധിച്ചു, അമ്മയ്ക്ക് വിഷമം വന്നു. അങ്ങനെ അമ്മയും മൈക്കിളും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. യു ലുക്ക് സാഡ്, വൈ ആർ യു നോട്ട് ഈറ്റിംഗ്? നീ വളരെ വിഷമിച്ച് കാണുന്നല്ലോ, എന്തേ നീ കഴിക്കാത്തെ? മൈക്കിൾ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? എന്തായിരിക്കും? ഐ ലോസ് ദ ബാസ്കറ്റ്ബോൾ മാച്ച് ടുഡേ മമ്മ ആൻഡ് ഐ ആം വെരി വറീഡ്. ഞാൻ ഇന്ന് തോറ്റുപോയി, എനിക്ക് വളരെ സങ്കടമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവാം. ഇല്ല, മമ്മ ചോദിക്കുന്നു വാട്ട് ഹാപ്പൻഡ്, എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുന്നു അല്ലെ. അപ്പൊ മിഖായിൽ എന്ത് പറഞ്ഞാണ്? വൈ ആർ യു നോട്ട് ഈറ്റിംഗ്? എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഈ വാട്ട് ഹാപ്പൻ, എന്ത് സംഭവിച്ചു? അപ്പൊ എന്താണ്, ബാസ്കറ്റ് ബോളിൽ തോറ്റുപോയെന്നോ അതൊക്കെ പറയുന്നു. മൈക്കിൾ, ഐ ആം ടു ഷോർട്ട് ടു പ്ലേ ബാസ്കറ്റ് ബോൾ. അപ്പം മമ്മ അടുത്ത് വീണ്ടും അതിന് മറുപടി പറയുന്നു. മൈക്കിൾ അതിന് മറുപടി പറയും. അങ്ങനെ ഒരു കോൺവെർസേഷൻ നിങ്ങളുടെ സെന്റൻസിൽ എഴുതുക. കാരണം പഠിച്ചതാണല്ലോ, അതിനനുസരിച്ച് കോൺവെർസേഷൻ എഴുതുക എന്നുള്ളതായിരുന്നു 3B. നാലാമത്തത് എഡിറ്റിംഗ് ആണ്. ഇവിടെ വരുന്നത് മൈക്കിളിനെ കുറിച്ച് തന്നെയാണ്. അതില് ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ലവ് എന്നാണ് ഇവിടെ കിടക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് പാരഗ്രാഫിൽ വരുന്നതാണ് കേട്ടോ ഇത്. ഫസ്റ്റ് പാരഗ്രാഫ് നിങ്ങൾ പഠിച്ച ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാരഗ്രാഫാണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ മൈക്കിൾ ലവ് അല്ല, എന്തായിരുന്നു ടെക്സ്റ്റ് ബുക്കിൽ? ലൗഡ് ആണ്. മൈക്കിൾ ലവ് ടു പ്ലേ ബാസ്കറ്റ് ബോൾ എവറി സാറ്റർഡേ. ഇവിടെ ഒരു കോമയുണ്ട്, എവറി സാറ്റർഡേ. പിന്നെ സ്പെല്ലിംഗ് SATURDAY, സാറ്റർഡേ കോമയുണ്ട് ഇവിടെ. ഹി ഫോളോഡ് ഹിസ് എൽഡർ ബ്രദേഴ്സ്. ബ്രദേഴ്സിന്റെ B ക്യാപിറ്റൽ അല്ല, സ്മോൾ ആണ് വരാനുള്ള കേട്ടോ. ഇവിടെ B സ്മോൾ ആണ്. ഇവിടെ വരിക ലവ്ഡ് ആണ് വരിക. ഇവിടെ ലവ് അല്ല, ലവ്ഡ് വരും. ഇനി ഇവിടെ എന്താണ് വരിക? ക്യാപിറ്റൽ B അല്ല, സ്മോൾ B ആണ്, ബ്രദേഴ്സ്. ഇനി ഇവിടെ ഓൺ അല്ല വരിക, ഇന്നാണ് വരിക. ഹി കെപ്റ്റ് ഹിസ് ബോൾ ഇൻ ഹിസ് ബാഗ് ആൻഡ് വെന്റ് വിത്ത് ദം to the basketball court. He hoped they would let him. Okay. അപ്പൊ ഇതായിരുന്നു നാലാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ഇവിടെ ലൗഡ് ആണ് വരിക, ഇവിടെ B സ്മോൾ ആണ്, ഇവിടെ ഇന്നാണ്, ഇവിടെ ഹിം ലെറ്റ് അല്ല, ലെറ്റ് ഹിം അങ്ങനെ വരിക.
അഞ്ചാമത്തെ റിഡിലാണ്. ഇവിടെ ഒരു ബൈസൈക്കിളിനെ കുറിച്ച് റിഡിൽ തന്നിട്ടുണ്ട്. ഐ ഹാവ് only 2 wheels. No matter I move fast. I need no petrol, no diesel, but just your feet to ride. ആൻസർ ബൈസൈക്കിൾ. അതുപോലെ തന്നെ ഈ പിക്ചറിൽ നൽകിയ പിക്ചറിനെ കുറിച്ച് ഒരു റിഡിൽ എഴുതുക എന്നാണ്. എയർപ്ലെയിൻ ആണ്, അതിനെക്കുറിച്ചൊരു റിഡിൽ തയ്യാറാക്കുക എന്നുള്ളതാണ്. ആറാമത്തെ പിക്ചർ സ്റ്റോറി ആയിരുന്നു. ഈവൻസ് ഓഫ് എ സ്റ്റോറി ആർ ഗിവൺ ബിലോ. ഡെവലപ്പ് ദ ഈവൻസ് ഇൻ ടു എ സ്റ്റോറി. നിങ്ങൾക്കറിയാം, ഒരു ബട്ടർഫ്ലൈ എന്ത് ചെയ്തിരിക്കുന്നു, ഒരു ഇലയുടെ അടിയിൽ പെട്ടുപോയി. അപ്പോൾ പ്ലീസ് ഹെൽപ്പ്, എന്നെ സഹായിക്കൂ എന്ന് സഹായം ചോദിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ആൻറ്റ് വരുന്നു. ആൻറ്റ് വന്നിട്ട് എന്താണ് പറയുന്നത്? ആൻറ്റ് വന്ന് അതിനെ ഉയർത്താൻ നോക്കുന്നു. അപ്പോൾ പറയുന്നു എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറയുന്നു. എന്നിട്ട് ഈ ആൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കുറച്ച് ഉറുമ്പുകൾ നടന്നു പോകുന്നുണ്ട്. ഹേ ഫ്രണ്ട്സ് കം ഹിയർ, കൂട്ടുകാരെ ഇവിടെ വരൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കൂട്ടുകാരും ആ ഉറുമ്പും കൂടെ എന്ത് ചെയ്തു, ആ ഇല ഉയർത്തുന്നു. ആ ബട്ടർഫ്ലൈ പറന്നു പോകുന്നു. അപ്പോൾ ബട്ടർഫ്ലൈ എന്ത് പറയുന്നു? താങ്ക് യു ഫ്രണ്ട്സ് എന്ന് പറയുകയാണ്. അപ്പോൾ ഈ ഈവൻസിനെ ചേർത്തുകൊണ്ട് ഒരു സ്റ്റോറി ഉണ്ടാക്കുക എന്നതാണ് ആറാമത്തെ പിക്ചർ സ്റ്റോറി. അതിനെ ഒരു സ്റ്റോറി ആക്കി മാറ്റുക എന്നതായിരുന്നു ആറാമത്തെ ആക്ടിവിറ്റി. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എക്സാം. അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യനും മൂന്നാമത്തെ ക്വസ്റ്റ്യനും ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതിയായിരുന്നു. ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണമായിരുന്നു. ഓക്കെ, അപ്പോൾ എക്സാം ഈസി ആയിരുന്നുവല്ലോ? ഈസി ആയിരുന്നു. നിങ്ങൾ എങ്ങനെ എഴുതി എന്ന് അറിയില്ല, ഈസി ആയിരുന്നു. എല്ലാവരും നല്ലതുപോലെ എഴുതിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ ആൻസേഴ്സ് എല്ലാം ആൻസർ ഉൾപ്പെടുത്തിക്കൊണ്ട് ടീച്ചർ ഇത് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.